ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് ഒരു കാര്യം നോക്കാൻ പോകുന്നത് ഡിവൈൻ ടൈം എടുക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു ടൈമിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു ജോലി കിട്ടാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ബിസിനസ്സായിട്ട് തുടങ്ങാൻ പോകുന്നു, എന്തൊരു കാര്യത്തിനായാലും ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് എപ്പം നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് ആദ്യം യൂണിവേഴ്സ് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കാം, എൻ്റെ എപ്പം നടക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമോ ആൻഡ് എപ്പം നടക്കും, രണ്ടും. ഓക്കെ, നിങ്ങൾ മനസ്സിൽ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചില സമയത്ത് ഇപ്പം നമുക്കിപ്പോൾ സപ്പോസ് എന്തെങ്കിലും നോന്ന് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം എന്നൊക്കെ കണ്ടാൽ അതിനൊക്കെ മറികടക്കാൻ വഴികളുണ്ടാവും, അതുകൂടി മനസ്സിലാക്കാം. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് നോന്ന് വരുവാണെങ്കിലും ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടാവും നമുക്ക്. ഓക്കെ, ഒരിക്കലും നിരാശപ്പെടരുത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടക്കും എന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ടോ? ഓക്കെ, ലെറ്റ്സ് സീ. ഇല്ലെങ്കിൽ ഞാൻ അഡ്വൈസ് ആയിട്ട് കൂടി എടുക്കാം. ലെറ്റ്സ് സീ എന്താ പറയുന്ന യൂണിവേഴ്സ്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുമോ? ഓക്കെ, ഫോൺസ് ആണ്. ഓക്കെ, ഓക്കെ, യെസ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, പക്ഷെ ഇപ്പോൾ തടസ്സങ്ങളുണ്ട്. ആ സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ച് ടെൻഷൻ ബാക്കിയുണ്ട്. ലൈക്ക് അതായത് സ്ട്രെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒന്ന് നിങ്ങളുടെ മേലെ നിങ്ങളത് ഒരുപാട് മേ ബി ചില സമയത്ത് എന്താ ഉണ്ടാവുക അറിയോ, നമ്മളിങ്ങനെ ഒരുപാട് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതെന്താ നടക്കാത്ത അല്ലെങ്കിൽ എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്ന് ആലോചിച്ച് ഐ തിങ്ക് നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുത്ത് നമ്മുടെ മേലെ ഇടും. ഓക്കെ, ബേർഡൻ ആയിട്ട് നമ്മളുടെ മേലെ വരും അത്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ആയിട്ട് മാറും. നമ്മളുടെ മനസ്സിൽ നമ്മളതൊരു എക്സ്പെക്റ്റേഷൻ ആയിട്ട് മാറും. ഓക്കെ, ആ കാര്യം നടന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന രീതിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. എനിക്ക് ഇവിടെ ഒരു ബേർഡൻ ആണ് എനിക്ക് കാണുന്നത് ആദ്യം തന്നെ. അത് ഈ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അത് നിങ്ങളുടെ മേലെ തന്നെ ഒരു ഭാരമായിട്ട് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നടക്കില്ല എന്നല്ല, ആ സിറ്റുവേഷൻ നടക്കില്ല എന്നല്ല, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ മനസ്സിൽ അത് വല്ലാത്തൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളത് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എക്സ്പെക്റ്റേഷൻസ് വിട്ട് കളയാം. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ആണ് നിങ്ങളുടെ ഭാരമായിട്ട് എനിക്ക് കാണുന്നത് ഇവിടെ. ചിലപ്പോൾ ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾക്ക് സാധിക്കുന്നതിലും കൂടുതലായിരിക്കാം ചിലപ്പോൾ ലൈക്ക് അവനവൻ്റെ മേലെ നിങ്ങളൊരു പ്രഷർ ഇടുന്നതായിരിക്കാം. ഓക്കെ, അവനവൻ്റെ മേലെ നിങ്ങളൊരു ഭാരം ഇടുന്നുണ്ടാവാം. ഓക്കെ, ഞാനിത് ചെയ്തെടുക്കണം, ഇന്ന കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ ലൈക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവില്ല ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ അതൊരു ഭാരമായിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ മേലെ. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഭാരമാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങളെ തന്നെ ബേർഡൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. അതിനെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സക്സസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഒന്ന് നിങ്ങളോട് പറയുന്ന ആദ്യത്തെ കാര്യം, ഇത് ഭാരം എന്നുള്ള ഒരു കാർഡാണ്, അത്ര മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ മീനിങ്. ഓക്കെ, ഈ ഒരു ഇത്രയും വടി നമ്മൾ എടുത്ത് നടക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അല്ലേ, നമുക്ക് ആ ഒരു ഭാരമല്ലേ, വെയിറ്റ് അല്ലേ. ഓക്കെ, ആ രീതിക്ക് മനസ്സിലാക്കുക. ഇവിടെ ഈ കാണുന്ന ഒരാൾ, ഇയാളെങ്ങനെയാണ്, ഇയാൾ ഫൂൾ എന്ന് പറയും. നമ്മൾ ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യാന്ന് പറയാം. എന്ന് വെച്ചാൽ ഇയാൾ ഫ്രീ മൈൻഡോടെ വളരെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ഗോ ലക്കി എന്നൊക്കെ പറയും. അതായത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഫ്രീ മൈൻഡോടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കാം. ഇയാളുടെ കയ്യിലുള്ള ഈ ഒരു ബാഗ് ഉണ്ട്. എനിക്ക് ഈ ബാഗിൽ വളരെ ചെറിയൊരു ബാഗാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇയാൾ അധികം ഭാരങ്ങൾ ക്യാരി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇത് പാസ്റ്റിൻ്റെ ബേർഡൻ ആയിരിക്കാം, ചിലപ്പോൾ പാസ്റ്റ് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം, മുമ്പ് നടന്ന കാര്യങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഭാരമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഭാരമായിട്ടുണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അതിനെ ഒഴിവാക്കി വിട്ടേക്കാം. ഓക്കെ, എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഈ ഒരുപാടിലേക്ക് എപ്പോൾ നടക്കും എങ്ങനെ ചിന്തകളാണെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, നിങ്ങളായിട്ട് ഏറ്റെടുത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടാവും, അങ്ങനെയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ
എന്താവും, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, മറ്റുള്ളവരെ വേറെ കാര്യങ്ങൾ തലയിലെടുത്ത് വെക്കുക, ഭാരങ്ങൾ തലയിലെടുത്ത് വെക്കുക, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലെറ്റ് ഗോ ചെയ്യാം. സോറി, എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക. ആൻഡ് നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അതിനെയും ലെറ്റ് ഗോ ചെയ്യുക. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, എപ്പോഴാവും, നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നിങ്ങൾ ജസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, വളരെ ആക്ച്വലി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഇത് നമ്മൾ ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്തെടുക്കണം, അങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് വളരെ നെഗറ്റീവിലേക്ക് പോകാൻ തുടങ്ങും. അത് നടക്കാതെ ആകുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് പോകാൻ തുടങ്ങും. സോ ഇവിടെ പറയുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയോ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. ആക്ച്വലി ഇതും ഒരേ മീനിങ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെയോ വിട്ട് കളയാനുണ്ട് എന്നാ പറയുന്നത്. ഈ ഭാരങ്ങളായിരിക്കാം, മോസ്റ്റ്ലി ഈ ഭാരങ്ങളെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ്നെസ്സും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഒന്നിലേക്ക് ഫോക്കസ് കൊടുക്കുക, നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ടും കാണുന്നുണ്ട്. എന്ത് തന്നെ കാര്യങ്ങളായാലും മേ ബി ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടാൻ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി വരും എന്ന രീതിക്ക് പറയാം. ഓക്കെ, മാരേജ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ യെസ് അതും നടക്കും. അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങളൊരു നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി എന്ന് പറയാം. നിങ്ങളൊരു ഫോക്കസ് വെച്ച് ക്ലാരിറ്റിയോടെ എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ബട്ട് അനാവശ്യമായ ബർഡൻ നിങ്ങളുടെ മേലെ എടുത്ത് ഇടുകയും ചെയ്യേണ്ട. ഓക്കെ, പിന്നെ എന്തൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്ന രീതി കാണുന്നുണ്ട്. മേ ബി ഇങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വേണമെങ്കിൽ നിങ്ങൾ ചിലതൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് കളയേണ്ടി വരും. അല്ലെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫിയേഴ്സ് ആയിരിക്കാം, പേടികളായിരിക്കാം, നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, സോ അതെന്താണോ വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. അപ്പോഴേ നിങ്ങൾക്കൊരു വേറെ പുതിയ ബിഗിനിങ്ങുകൾക്കുള്ള ഒരു ഇതും കാണുന്നുണ്ട്. എനിക്ക് നല്ലൊരു കാർഡാണ് ഇവിടെ. ഓക്കെ, കാർഡ് ഓഫ് ഒരു ന്യൂ ബിഗിനിങ്, ട്രൂത്ത് എന്നൊക്കെ പറയാം. ഓക്കെ, സക്സസ് എന്ന് പറയാം, വിക്ടറി. ആക്ച്വലി വിക്ടറിയുടെ കാർഡ് ഉണ്ട്. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് യെസ് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ലെറ്റ്സ് ഇത് എപ്പോൾ നടക്കുമെന്ന് കൂടി നമുക്ക് നോക്കിയേക്കാം. ടൈമിങ്ങിൽ അറൗണ്ട് ജൂലൈ, ഇപ്പോൾ ഈ മാസം. റിലീസ് എനി അറ്റാച്ച്മെന്റ് ടു ടൈമിങ്. എന്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ ബേർഡൻ കൊണ്ട് നടക്കുന്നുണ്ട്, ഒരുപാട് എക്സ്പെക്ടേഷൻ കൊണ്ട് നടക്കുന്നുണ്ട്. അറ്റാച്ച്മെന്റ് ടു ദ റിസൾട്ട് എന്ന് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, ചിന്തിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. തിങ്സ് ഹാപ്പൻ സൂണർ വെൻ യു ഫോക്കസ് യുവർ എനർജി ഓൺ യു. നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ നടക്കും എന്നാണ് പറയുന്നത്. നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ഫ്രം ദ വെയിറ്റിംഗ് ഗെയിം. യെസ്, ഒരുപാട് ആക്ച്വലി മേ ബി 8 of Cups വിട്ടുപോകുന്നത് യെസ് ഈ ടൈമിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, എന്താവും എന്ന് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നല്ലത് വരും, ഡോണ്ട് വറി. ഓക്കെ, നോട്ട് ദ റൈറ്റ് ടൈം യെറ്റ് എന്നും പറയുന്നുണ്ട്, പക്ഷെ അത് ഇപ്പോഴത്തേക്കല്ല. ഓക്കെ, ഇത് നിങ്ങൾ ഇതിനെ തന്നെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ ഒരു കാര്യം റിലീസ് ഓൾ എക്സ്പെക്ടേഷൻസ്. സി, യൂണിവേഴ്സ് എൻ്റെ കൂടെയാണ്. ഞാൻ സോറി ആകാരത്തോടെ പറയില്ല, ഞാൻ സന്തോഷത്തോടെ പറയുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങൾ സപ്പോസ് ഈ ഒരു ബേർഡൻ നിങ്ങൾ വിട്ട് കളഞ്ഞില്ലെങ്കിൽ ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്നറിയില്ല, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. അല്ലെ, ചിലപ്പോൾ ജോലി വിട്ടിട്ട് മാറണോ, എന്തെങ്കിലും റിലേഷൻഷിപ്സ് വിട്ട് മാറണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഹാബിറ്റ്, എന്തെങ്കിലും സ്വഭാവങ്ങൾ എന്തെങ്കിലും മാറ്റണോ, എന്താ വേണ്ടത്, എന്തൊക്കെയോ മാറ്റാനുണ്ട് ഇവിടെ നിങ്ങൾ. ഓക്കെ, ആ ചേഞ്ചസ് നിങ്ങൾ വരുത്തിയില്ലെങ്കിൽ, നിങ്ങൾ ഈ ഒരു ബേർഡൻ നിങ്ങളുടെ മേലെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പം നടക്കില്ല. അല്ലാത്തവർക്ക് യെസ്, അല്ലാത്തവർക്ക് ഇപ്പം തന്നെയാണ് കാണുന്നത് അറൗണ്ട് ജൂലൈ. നിങ്ങൾ എത്രയും വേഗം മനസ്സിന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഓക്കെ, ഞാൻ സറണ്ടർ ചെയ്യുന്നു യൂണിവേഴ്സിന് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പം തന്നെ നടക്കും. ഓക്കെ, പക്ഷെ ടൈമിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് ഇവിടെ എനിക്ക് മാർച്ചാണ് കാണുന്നത്. ഓക്കെ, വൈകിയാൽ ഓക്കെ, സപ്പോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെന്ന് ഇപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം ഒന്നേ ഉള്ളൂ, ടൈമിങ്ങിനെ കുറിച്ച് വറി വിട്ടേക്കൂ. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുന്നുണ്ട്. ജൂലൈ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്, സോ ടേക്ക് ഇറ്റ്. ഓക്കെ, ക്ലെയിം ഇറ്റ്, നിങ്ങൾ ക്ലെയിം ചെയ്യൂ. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.